ക്രിസ്തുദർശനം എന്ന ഈ പരിപാടിയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാചകനായ മോസസിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡൊറോത്തി ക്ലാർക്ക് വിൽസൺ എഴുതിയ മോസസ് ദ പ്രിൻസ് ഓഫ് ഈജിപ്റ്റ് എന്ന നോവലിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. മോസസ് തൻ്റെ ബന്ധുജനങ്ങൾക്കൊപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുന്നത് വരെ തൻ്റെ മാതാവിനെയും സഹോദരിയെയും സഹോദരനെയും ഒക്കെ തിരിച്ചറിഞ്ഞ് അവിടെ അവരുടെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൂടെ വന്ന് ജീവിക്കുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇവരോട് ജീവിക്കുക, ഇടയ്ക്കിടയ്ക്ക് മുങ്ങുകയും ചെയ്യും കൊട്ടാരത്തിലേക്ക്, ശരിക്കും രാജകുമാരനായിട്ട്. ഇവിടെ അഹ്റോൻ്റെ സഹോദരനായിട്ടാണ് മോസസ് പ്രത്യക്ഷപ്പെടുന്നത്. അഹ്റോൻ എപ്പോഴും തടങ്കിൽ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മോസസ് തൻ്റെ അമ്മയുടെ അടുത്തെത്തി. അമ്മ മോസസിൻ്റെ ജന്മകഥ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഈ കൊട്ടയിൽ ഒഴുകിയതും രാജകുമാരി എടുത്ത് വളർത്തിയതുമായിട്ടുള്ള കഥകൾ. അപ്പോൾ തൻ്റെ ജന്മരഹസ്യം മുഴുവൻ മോസസിന് വെളിപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ ജനതയോട് കൂടുതൽ ഒരു സ്നേഹവും അവരുടെ കഷ്ടതയിൽ കൂടുതൽ സഹതാപവും മോസസിന് ജനിക്കുകയാണ്. അവരോടുകൂടെ ജീവിക്കാൻ, അവർക്ക് വേണ്ടി മരിക്കാൻ മോസസ് ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സന്ദേശം. മിറിയം, മോസസിൻ്റെ സഹോദരി, അവിടെ ഇല്ല. അവൾ ബെക്ക എന്ന് പറയുന്ന കമ്മീഷണർ, ഈ പണിയുടെ മുഴുവൻ നഗര നിർമ്മാണത്തിൻ്റെ മുഴുവൻ ചുമതലയുള്ള ബെക്ക എന്ന് പറയുന്ന ഈജിപ്തുകാരനായ ഒരു കമ്മീഷണറുണ്ട്. അയാളുടെ ആവശ്യപ്രകാരം രാത്രിയിൽ പോയിരിക്കുകയാണ്. തൻ്റെ സഹോദരനെയും ഭർത്താവിനെയും മോചിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കാനാണെന്നാണ്. ഇതിലൊരു അപകടമുള്ളതായിട്ട് മോസസ് മനസ്സിലാക്കുകയും മോസസ് ഉടൻ തന്നെ അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ ദത്താൻ എന്നു പേരായ ഒരു കങ്കാണിയുടെ വീട്ടിൽ വെച്ചാണ് കണ്ടുമുട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ദത്താൻ അവിടെ ഇല്ല. അവിടെ ചെന്നപ്പോൾ മോസസ് കാണുന്ന രംഗം, ഈ ബെക്ക എന്ന് പറയുന്ന ഈജിപ്തുകാരനായ കമ്മീഷണർ തൻ്റെ സഹോദരിയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. മോസസ് പെട്ടെന്ന് ചാടി വീണ് അയാളെ കഴുത്തി ഞെരിച്ച് കൊന്നു. പക്ഷെ അത് അപകടമാണെന്ന് മിറിയത്തിന് മനസ്സിലായി. ഉടൻ തന്നെ അവളും കൂടി ഈ ശവശരീരം അവിടുന്ന് മാറ്റുകയും മണലിൽ കുഴിച്ചിടുകയും ചെയ്തു. കുഴിച്ചിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദത്താൻ അവിടെ നിൽക്കുന്നു. എങ്കിലും മോസസ് അവിടുന്ന് ഒന്നും അറിയാത്ത പോലെ അവിടുന്ന് പോവുകയും ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടെ ഈ രാജകുമാരൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ രൂപത്തിൽ ഇവിടെ സന്ദർശിക്കുമ്പോൾ ഈ ദത്താൻ ഒരു യുവാവായ അടിമയോട് വളരെ ക്രൂരമായി പെരുമാറുന്നത്, അതായത് ക്ഷീണിച്ച് താഴെ വീണ് അവനെ ചാട്ടവാറിന് അടിക്കുന്നത് കണ്ടപ്പോൾ മോസസ് ചോദിച്ചു, നിനക്ക് കരുണയില്ലേ? ഇവനെ അടിച്ചു കഴിഞ്ഞാൽ ഇവനെ ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എന്തിനാണ് ഇവനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് ഈ ദത്താനോട് ചോദിച്ചു. അപ്പം ദത്താൻ തിരിച്ചു ചോദിച്ചു, ഇത് ചോദിക്കാൻ നീ ആരാണ്? ആ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാമെന്നാണോ വിചാരം? അപ്പോൾ മോസസിന് മനസ്സിലായി താൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഇനി തൻ്റെ ഈ ഇരട്ടവേഷം ഇവിടെ നടപ്പില്ല. മാത്രമല്ല തൻ്റെ രാജകുമാരൻ എന്നുള്ള തൻ്റെ പദവിക്കും കോട്ടമാണ്. തൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. ഉടൻ തന്നെ മോസസ് അവിടുന്ന് മുങ്ങുകയും തിരിച്ച് രാജകൊട്ടാരത്തിലെത്തി. അന്ന് തൻ്റെ ഈ താർബീസിനോടൊപ്പം നൂബിയായിൽ നിന്ന് വന്ന സിനൂഹ എന്ന വൃദ്ധൻ, അദ്ദേഹം മോസസിൻ്റെ വലിയൊരു അഭ്യുദയകാംക്ഷിയാണ്. അയാളോട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. മാത്രമല്ല മോസസ് നാടുവിടാൻ തീരുമാനിക്കുകയാണ്. തൻ്റെ എപ്പോഴും തൻ്റെ ആപത്തിൽ സഹായിക്കുന്ന ഒരു അടിമയുണ്ട് മോസസിന്. വൈറ്റ് എലിഫൻ്റ് എന്ന് പേരായ ഒരു അടിമ, നൂബിയക്കാരനായ ഒരു അടിമയുണ്ട്. അടിമയെ മോചിപ്പിച്ചു. മാത്രമല്ല തൻ്റെ ഭാര്യയായി കൊട്ടാരത്തിൽ കഴിയുന്ന താർബിസിനെ ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ മോസസിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് അവിടെ രക്ഷയില്ല. അങ്ങനെ ഇതിങ്ങനെയുള്ള കടലാസുകളെല്ലാം എഴുതി കൊടുത്തിട്ട് മോസസ് അവിടുന്ന് നാടുവിട്ടു. അപ്പോൾ മോസസിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാം ഘട്ടം ഈജിപ്തിലെ ബൈബിളിൽ തീരെ 10-15 വാക്യങ്ങളിൽ മാത്രം ബൈബിളിലെ പഴയ നിയമത്തിൽ പറയുന്നൊരു കാര്യമാണ്. ഇത് വളരെ വിശദമായിട്ട് ഇവിടെ ഈ നോവലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് നാം കാണുന്നത് ബൈബിളിൽ 40 കൊല്ലം മോസസ് മരുഭൂമിയിലൂടെ ഈ ആട്ടിടയനായി നടന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ആ കാലഗണനയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. 10 കൊല്ലം എന്നാക്കിയിരിക്കുകയാണ്. അപ്പോൾ മോസസ് ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞു നടന്നപ്പോൾ ഒരു മരുപ്പച്ചയുടെ അടുത്തെത്തി. ഒയാസിസ്, മരുപ്പച്ച. അപ്പോൾ അവിടെ 7 പെൺകുട്ടികൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഇല്ലാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവരുടെ ആടുകളെ തള്ളി മാറ്റുകയും പെൺകുട്ടികളെ അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ മോസസ് അവരുമായി ഏറ്റുമുട്ടി. മാത്രമല്ല ഈ പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുക്കുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കുകയും ചെയ്തു.
ഈ വിവരം ഇവരുടെ പിതാവായ ജത്രോ, അയാൾ ഒരു ഷെയ്ഖാണ്, അവിടുത്തെ ഒരു ഗോത്ര മൂപ്പനാണ് ജത്രോ അറിയുകയും അങ്ങനെ മോസസിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും തൻ്റെ മകളായ സിപ്പോറയെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് മോസസിൻ്റെ ജീവിതം 10 വർഷത്തോളം സിപ്പോറയുടെ ഒപ്പം ആ ജത്രോയുടെ വീട്ടിലാണ്. അപ്പം അവിടെ വെച്ച് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ മോസസ് നോക്കിക്കണ്ടു. അപ്പോൾ ഈ ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ നോവലിസ്റ്റൂടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പെസഹ ആഘോഷം അവിടുത്തെ ആ ഗോത്രവർഗത്തിൻ്റെ ഒരു ആഘോഷമാണ്. നമ്മൾ പഴയ നിയമത്തിൽ പറയുന്നത് ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തേക്കുള്ള ആ രക്ഷപ്പെടലിൻ്റെ ആ പാസ് ഓവർ, അതാണ് പെസഹ എന്നാണ്. പക്ഷേ അങ്ങനെ അല്ല എന്ന് പറയുന്ന പല ബൈബിൾ രേഖകളുമാണ്, പണ്ഡിതന്മാരുണ്ട്. അതിനു മുമ്പേ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന യഹോവയ്ക്ക് അർപ്പിക്കുന്ന, യഹോവ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ ഉണ്ടാക്കിയ ചില ഗോത്രവർഗ്ഗക്കാരുടെ ചില ആചാരങ്ങളാണ് പിന്നീട് പെസഹ ആയിട്ട് പരിണമിച്ചത് എന്ന് ഉള്ള ആ ഒരു വ്യാഖ്യാനമാണ് ഇവിടെ നോവലിസ്റ്റ് സ്വീകരിക്കുന്നത്. അപ്പം ജത്രോ അവിടുത്തെ ആദിവാസി വൈദ്യനാണ്, ന്യായാധിപനാണ്, എല്ലാമാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്ന ഇതൊക്കെ മോസസ് നോക്കിക്കണ്ടു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു 10 കൊല്ലം മോസസ് കഴിഞ്ഞ് 2 മക്കളുണ്ടായി, ഗെർഷോവും എലിയാസറും. 2 മക്കളും മോസസിനവിടെ ഉണ്ടായി സിപ്പോറയിലെ. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പട്ടണത്തിൽ നിന്ന് എൽദാദ് എന്നു പേരായ ഒരു വലിയ ധനികൻ, അയാൾ ഈ ജത്രോയുടെ ഒരു അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, പുറത്തു പോയി ഒരു ചെമ്പ് ഖനി നടത്തുകയാണ്. അയാൾ അവിടെ വന്നു. അപ്പോൾ സിപ്പോറയ്ക്ക് നാഗരിക ജീവിതം വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ എൽദാദിൻ്റെ കൂടെ നഗരത്തിൽ പോയിട്ട് അവിടെ ജീവിക്കാം, മോസസിനെ അവിടുത്തെ ഒരു മാനേജരാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. മോസസ് ആണെങ്കിൽ നഗരത്തിൽ നിന്ന് ഒളിച്ചോടി വന്ന് താമസിക്കുകയാണ്. അതിനിടയിലൊരു സംഭവം ഉണ്ടായി. സേത്തി ഫറവൻ മരിച്ചു. റാംസസ്, പിന്നെ വേറെ ശത്രുക്കളാരും ഇല്ലാത്തതുകൊണ്ട് റാംസസ് തന്നെ ഫറവനായി. അപ്പോൾ റാംസസ് ഇറക്കിയ ആദ്യത്തെ കൽപ്പന എല്ലാവരും കൂടുതൽ കപ്പം കൊടുക്കണമെന്നുള്ളതാണ്, ഗോത്രവർഗ്ഗക്കാരടക്കം. അപ്പം അങ്ങനെ ഒരു കത്ത് ജത്രോയ്ക്കും കിട്ടി, കപ്പം വർദ്ധിപ്പിക്കണം. ഇനി ആർക്കെങ്കിലും ഇതിൽ പരാതി ഉണ്ടെങ്കിൽ പരാതി കേൾക്കാനായിട്ട് ഒരു പ്രതിനിധി അയക്കുന്നുണ്ട്. ഈ എൽദായുടെ നഗരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് ജത്രോയ്ക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ഈജിപ്തുകാരോട് സംസാരിക്കാൻ അവരുടെ ഭാഷയൊക്കെ അറിയാവുന്നതും ഈജിപ്തിലെ രീതികൾ ശരിക്കറിയാവുന്നതും ആണല്ലോ, വിദ്യാഭ്യാസമുള്ള ആളാണ് മോസസിനോട് അങ്ങോട്ട് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. മോസസിന് ഈജിപ്തുകാരുടെ മുമ്പിൽ ചെന്ന് പെടുന്നതിൽ തീരെ താല്പര്യമില്ല. എങ്കിലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് മോസസ് പരിവാര സമേതം അങ്ങോട്ട് വണ്ടിയിൽ പുറപ്പെട്ടു. അവിടെ വെച്ച് രാജപ്രതിനിധിയായിട്ടുള്ള നെഹ്സി എന്നു പേരായ ആൾ നോക്കുമ്പോൾ പണ്ട് അവിടുത്തെ ഈ സ്ക്രൈബ് പറഞ്ഞ് കേട്ടിരുന്ന ആൾ, തനിക്കറിയാവുന്ന ടുട്ടു എന്ന് പറഞ്ഞ ആളാണ് അവിടെ ഇരിക്കുന്നത്. തന്നെ തിരിച്ചറിയുമെന്ന് മോസസ് ഭയപ്പെട്ടു. മോസസിൻ്റെ രൂപമൊക്കെ മാറിയിരുന്നു, വലിയ താടിയൊക്കെ വളർത്തി. പിന്നെ ഇത്രയും 10 വർഷത്തെ വ്യത്യാസമുണ്ടല്ലോ, എങ്കിലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മോസസ് ഈ തൊപ്പിയൊക്കെ ഇങ്ങനെ ചെരിച്ച് വെച്ച് കണ്ണിലേക്ക് നോക്കാതെയൊക്കെയാണ് സംസാരിച്ചത്. അങ്ങനെ മോസസ് തൻ്റെ ആവശ്യം പറഞ്ഞു. മാത്രമല്ല ഇവിടെ ഒരു ചെറിയ ബുദ്ധി മോസസ് പ്രയോഗിച്ചിരുന്നു. കപ്പം, ഈ ചക്രവർത്തി ആവശ്യപ്പെട്ട കപ്പം, ഫറവോൻ ആവശ്യപ്പെട്ട കപ്പം തന്നെയാണ് മോസസ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ നെഹ്സി എന്ന് പറഞ്ഞ രാജപ്രതിനിധിക്ക് വലിയ സന്തോഷമായി. ബാക്കി എല്ലാ ഗോത്രവർഗ്ഗക്കാരും കബളിപ്പിക്കുകയാണ്, ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കപ്പം തരാതിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇത് ഒരാൾ മാതൃക കാണിച്ചിരിക്കുന്നു, അതുകൊണ്ട് കപ്പം പകുതിയായിട്ട് കുറച്ചു. അത് മോസസിൻ്റെ ഒരു തന്ത്രമായിരുന്നു. അപ്പോൾ ആതിഥേയനായിട്ടുള്ള എൽദാദിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അയാൾക്ക് ചെമ്പ് ഖനികളുണ്ട്. അതിൻ്റെ കപ്പം കുറച്ച് കിട്ടാൻ വേണ്ടി അയാൾ രാജപ്രതിനിധിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു വിരുന്ന് സൽക്കാരോടെ നടത്തി. അപ്പോൾ അതിൽ പങ്കെടുക്കണം എന്ന് മോസസിനോട് ആവശ്യപ്പെട്ടു. മോസസ് ആണെങ്കിൽ കഷ്ടിച്ചാണ് മറ്റേ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇനി വീണ്ടും അങ്ങനെ ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടുന്ന കാര്യം അയാൾക്ക് ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ നിവൃത്തിയില്ല. അങ്ങനെ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോസസ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നു. പെട്ടെന്ന് ഈ രാജപ്രതിനിധി മുകളിലൊരു മുറിയിൽ നിന്ന് മോസസിനോട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. നെഹ്സി, രാജപ്രതിനിധിയായ നെഹ്സി എന്നാണ് അയാളുടെ പേര്. മോസസ് അവിടെ ചെന്നു. ഉടനെ അയാൾ വളരെ ഗൗരവത്തിൽ മോസസിനോട് ചോദിച്ചു, മോശെ ബിൻ അമ്രാം, നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് നീ വിചാരിച്ചുവോ? അപ്പോഴാണ് മോസസ് ആ ഇതുവരെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയില്ല. സൂക്ഷിച്ചു നോക്കുന്നത് സിനൂഹയാണ് ആയിരിക്കുന്നത്. തൻ്റെ സുഹൃത്തായ നൂബിയക്കാരനായ സിനൂഹ. അയാൾ വാസ്തവത്തിൽ സേത്തിക്ക് മുമ്പുള്ള ഫറവോൻ്റെ ഇളയ അനുജനാണ്. നാട് വിട്ടു പോയതാണ്. മോസസിനെ പോലെ തന്നെ നാട് വിട്ടു പോയ ആളാണ്.
അയാൾ വീണ്ടും വളരെ കാലത്തെ അലച്ചിലിന് ശേഷം തിരിച്ച് പേര് മാറി സിനൂഹ എന്ന പേരിൽ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാംസേസ് ഫറവോനായപ്പോൾ അയാൾക്ക് രാജകുമാരൻ എന്നുള്ള പദവി കൊടുത്ത് കൊട്ടാരത്തിലെ ഒരു ഉത്തരവാദിത്വം കൊടുത്തിരിക്കുകയാണ് ഇത്തരം ചില പണികൾ. മാത്രമല്ല അയാൾ താർബിസിനെ, മോസസിൻ്റെ ഭാര്യയായിരുന്ന താർബിസിനെ മകളായി ദത്തെടുത്തിരിക്കുകയുമാണ്. ഈ വക കാര്യങ്ങളൊക്കെ അയാളിൽ നിന്ന് ഗ്രഹിച്ചു. എന്നിട്ട് മോസസിനെ അയാൾ ഈജിപ്തിലേക്ക് ക്ഷണിച്ചു. മോസസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും വരികയില്ല ഈജിപ്തിലേക്ക്, അവിടെ നിന്ന് ഞാൻ ഓടിപ്പോന്നതാണ്, അതല്ല നിനക്ക് വരേണ്ടി വരും എന്ന് നെഹ്സി പറഞ്ഞു. അങ്ങനെ നെഹ്സി തിരിച്ചുപോയി മോസസും പരിവാരവും സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പക്ഷേ ഈ മോസസിൻ്റെ ഭാര്യയായ സിപ്പോറയ്ക്ക് മടങ്ങുന്നതിൽ തീരെ താല്പര്യമില്ല. അവൾക്ക് നഗര ജീവിതം ഇഷ്ടമാണ്. അവൾ എതിർത്ത് നോക്കി, പക്ഷേ മോസസ് സമ്മതിച്ചില്ല. അങ്ങനെ ഇവരുടെ വണ്ടികളിൽ കുതിരവണ്ടിയിൽ മടങ്ങിപ്പോവുകയാണ്. പക്ഷെ ഒരു ദിവസം നോക്കുമ്പോൾ സിപ്പോറയെ കാണുന്നില്ല. മനസ്സിലായി സിപ്പോറ നഗരത്തിലേക്ക് തന്നെ ഓടിപ്പോയി. അതോടുകൂടി മോസസിൻ്റെ ആ ദാമ്പത്യബന്ധം അവിടെ അവസാനിച്ചു. മോസസ് ജെത്രോയുടെ വീട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ ഒരു ദിവസം അവിടെ ഒരു മനുഷ്യൻ, വളരെ അവശനായ ഒരു മനുഷ്യൻ, അയാൾക്ക് സംസാരിക്കാനൊന്നും വയ്യ. അയാളെ പരിചരിച്ചു. അയാളെന്തോ ഭയപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ വളരെ ദിവസത്തെ ശ്രമം കൊണ്ട് അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ചികിത്സയൊക്കെ കൊടുത്ത് അയാളെ സംസാരിക്കാം എന്നുള്ള പരുവത്തിലെത്തി. മോസസ് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതനാണല്ലോ, ഇനിയും പറയൂ, എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എന്ത് സുരക്ഷ? എൻ്റെ സഹോദരന്മാർ അവിടെ നരകിക്കുമ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോന്ന, അവിടുത്തെ ഇഷ്ടികക്കളത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോന്ന ഒരാളാണ്. അവരുടെ യാതനകൾ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കി മോസസ്. അപ്പോൾ തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, ആ ചിതറിപ്പോയ ജനത്തെ വീണ്ടും ഒന്നിപ്പിക്കാൻ തൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെ ആവശ്യമുണ്ട് എന്ന് കരുതി മോസസ് വീണ്ടും ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും പഴയ ലാവണത്തിൽ ചെന്ന് കയറി മോശ ബിൻ അമ്രാം എന്ന പേരിൽ വീണ്ടും, അതായത് ഞാൻ പുറത്ത് കുറച്ചു കാലം പോയതാണ് എന്ന് പറഞ്ഞ് വീണ്ടും അഹ്റോൻ്റെ സഹോദരൻ എന്നുള്ള നിലയിൽ അവിടെ ചെന്ന് കയറി വീണ്ടും ജോലി ആരംഭിക്കുകയാണ്. മോസസ് അഹ്റോൻ്റെ വീട്ടിൽ താമസമാക്കി. മാത്രമല്ല ഈ ജോലി കഴിഞ്ഞുള്ള സമയത്ത് പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തി, കൂട്ടായ്മകൾ. അവിടെ വെച്ച് അവരെ നേരിടുന്ന ദുരിതത്തെപ്പറ്റി അവരെ പഠിപ്പിച്ചു, പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. നമുക്കിവിടുന്ന് മോചനം പ്രാപിക്കുന്നതിനെപ്പറ്റി ഉദ്ബോധനം നടത്തി. പക്ഷേ അവർക്കൊന്നും അങ്ങോട്ട് യാതൊരു താല്പര്യവും ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നടപടിയിൽ വരുമോ? കാരണം വളരെ കാലത്തെ ഈ കഷ്ടപ്പെട്ട ജീവിതം കൊണ്ട് അവർ ദൈവത്തെയും മറ്റു കാര്യങ്ങളെല്ലാം മറന്നുപോയി. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള മട്ടിലെ അലസ ജീവിതം നയിക്കുകയാണ്. അവർക്ക് ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഈ പറയുന്നതൊക്കെ നടപ്പിലാകും. ഞങ്ങൾക്ക് ഒരു വിമോചകൻ വരും, മോസസ് തങ്ങളെ മോചിപ്പിക്കുമെന്ന ഒരു തരത്തിലും അവരെ വിശ്വസിപ്പിക്കാനായിട്ട് അഹ്റോനോ മോസസിനോ സാധിക്കാതെ വന്നു. എത്ര ശ്രമിച്ചിട്ടും മോസസും അഹ്റോനും ഒക്കെ ചെല്ലുമ്പോൾ അത് ശല്യക്കാർ വരുന്നു എന്നുള്ള മട്ടിലാണ് അവർ പെരുമാറുന്നത്. ജനങ്ങളുടെ ഈ താല്പര്യമില്ലായ്മ എങ്ങനെ മാറ്റിയെടുക്കുമെന്നുള്ള ഒരു ആലോചന. അപ്പോൾ അഹ്റോൻ പറഞ്ഞ്, എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണ് പുരോഹിതന്മാരും മറ്റുമൊക്കെ, അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് വശത്താക്കാം. മോസസ് പെട്ടെന്ന് അവിടെ നിന്ന് പോയി തൻ്റെ പഴയ പുരോഹിതനായ മാറുമിയെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടല്ലോ വടിയായിത്തീരുന്ന പാമ്പ്, അത്തരം ഒരെണ്ണത്തിനെ സംഘടിപ്പിച്ച് മോസസ് തിരിച്ചു വന്നു. പിറ്റേന്ന് ആളുകളൊക്കെ കൂടി പ്രാർത്ഥന കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ മോസസ് കാണിച്ചു, ഇതാ ദൈവത്തിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞ് വടി നിലത്തോട്ടിട്ടു. അത് പാമ്പായിട്ട് എഴഞ്ഞുപോയി. ആളുകൾക്കെല്ലാം ഭയങ്കര ഭയവും ബഹുമാനവും ഉണ്ടായി. മോസസിനെ വലിയ ബഹുമാനമായി. അപ്പോൾ ഈ മോസസ് അത്ഭുത പുരുഷനാണ്, തങ്ങളുടെ മോചകനാണ് എന്ന് ജനങ്ങളെല്ലാം വിശ്വസിച്ചു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ എന്തുകൊണ്ട് ഞങ്ങളെ മോചിപ്പിക്കുന്നില്ല എന്നുള്ളതായി. മറ്റു ദുരിതം, എന്തുകൊണ്ട് ഞങ്ങളുടെ ദുരിതം കുറയുന്നില്ല? അപ്പോൾ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് മോസസും അഹ്റോനും കൂടെ നിശ്ചയിക്കുകയും ഫറവോനെ പോയി കാണാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഫറവോൻ്റെ കൊട്ടാരത്തിലെത്തി. മോസസ് ആവശ്യപ്പെട്ടത് ഈ യഹൂദ ജനതയ്ക്ക് മരുഭൂമിയിൽ പോയി തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു അനുവാദം മറ്റിനാണ്. രാംസസ് പറയുന്നത്, ഞാൻ തന്നെ ദൈവമാണ്, ഫറവോൻ ദൈവമാണ്, വേറെ ദൈവം ഇല്ല, അപ്പോൾ എന്നെ ആരാധിച്ചാൽ മതി എന്നുള്ളതാണ് ഫറവോൻ്റെ നിലപാട്. മറ്റൊരു ദൈവത്തെയും ഫറവോൻ അംഗീകരിക്കുകയില്ല. ഫറവോന്മാർ സ്വയം ദൈവമായിട്ട് കരുതും, ജനങ്ങൾ അവരെ ദൈവങ്ങളായിട്ട് കാണുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല ഇവർക്ക് ഒരുപാട് ഈ ജോലിയില്ലാത്ത സമയം, ഇടവേളകൾ കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ദൈവത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി അദ്ദേഹം കൽപ്പിച്ചു, അവർക്കിനി ഈ ഇഷ്ടിക ഉണ്ടാക്കാനുള്ള വൈക്കോല് കൊടുക്കണ്ട, അവർ വൈക്കോല് ചെന്ന് കണ്ടുപിടിക്കട്ടെ, അതിന് ബാക്കി സമയം കൂടി അന്വേഷിച്ച് നടക്കട്ടെ, എന്നാൽ പിന്നെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയില്ല, വൈക്കോൽ അന്വേഷിച്ച് നടക്കട്ടെ. പക്ഷെ അങ്ങനെ വൈക്കോല് കൊടുക്കുന്നില്ലെങ്കിലും പറഞ്ഞ സമയത്ത് കൃത്യ എണ്ണ ഇഷ്ടിക ഉണ്ടാക്കണം, അല്ലെങ്കിൽ അടിയാണ്. അപ്പോൾ തങ്ങളുടെ കഷ്ടപ്പാടുകൾ പണ്ടത്തേതിലും വർദ്ധിച്ചതായിട്ട് യഹൂദ ജനത മനസ്സിലാക്കുകയും
അപ്പോൾ രാംസസിനൊരു ഉദ്ദേശമുണ്ട്, ഈ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ജനം മോസസിനെതിരായി തിരിയും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ജനങ്ങൾ കൂട്ടത്തോടെ മോസസിനെ വേട്ടയാടിയാണ്, കല്ലെറിഞ്ഞ് ഓടിക്കാനായിട്ട്, കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. വീടിൻ്റെ മുമ്പിൽ ജനങ്ങൾ തടിച്ചുകൂടി. പെട്ടെന്ന് മറിയം അകത്ത് ചെന്ന് ആ പഴയ സർപ്പത്തെ എടുത്ത് അവരുടെ മുമ്പിലേക്ക് ഇട്ടു. അത് ഇങ്ങനെ വടി എടുത്തിട്ടപ്പോൾ അത് സർപ്പമായിട്ട് വന്നു. ജനങ്ങളെല്ലാം പേടിച്ചോടി. ഈ സമയത്ത് യഹൂദന്മാർ ഈജിപ്ത് വിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അത് ഈജിപ്തിലെ പുരോഹിതന്മാരാണ്. അത് യഹൂദന്മാരുടെ കഷ്ടപ്പാട് കണ്ടിട്ടുണ്ടായ എന്തെങ്കിലും ഒരു സഹതാപം കൊണ്ടല്ല, മറിച്ച് ഇവരുള്ളത് കൊണ്ടാണ് തങ്ങൾക്ക് കിട്ടാനുള്ള ദാനധർമ്മങ്ങൾ നടക്കാത്തത് എന്ന് പുരോഹിതന്മാർക്ക് മനസ്സിലായി. എങ്ങനെയെന്നാൽ ഈ യഹൂദന്മാരെ കൊണ്ടാണ് അടിമപ്പണി ചെയ്യിച്ചിട്ടാണ് അവിടെ ഈ നഗരങ്ങൾ പണിയുന്നത്. അതിന് വലിയ റവന്യൂ ആവശ്യമുണ്ട്. രാജ്യത്തിൻ്റെ വരുമാനം മുഴുവൻ ഈ നഗരങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഫറവോൻ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലാകാലങ്ങളിൽ പുരോഹിതന്മാർക്ക് കൊടുക്കേണ്ട വിഹിതം ചെല്ലുന്നില്ല. ഇതിലവർ പ്രക്ഷുബ്ധരാണ്. മാത്രമല്ല വലിയൊരു സംഘടിത ശക്തിയാണ് അവിടുത്തെ പുരോഹിതന്മാർ. അവരെ എതിർത്തിട്ട് ഒരു ഫറവോനും അവിടെ നിൽക്കാനും പറ്റുകയില്ല. അപ്പോൾ ഈ പുരോഹിതന്മാർ സംഘടിച്ച് യഹൂദന്മാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് ഫറവോൻ്റെ മേലെ നിരന്തരം ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫറവോൻ ഈ കെട്ടിട നിർമ്മാണം, നഗര നിർമ്മാണം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നൈൽ നദിയിൽ തൻ്റെ ഉല്ലാസ നൗകയിൽ അങ്ങനെ കഴിയുകയാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ഈ യഹൂദന്മാരെ, ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഈതിബാധകളെ ഈജിപ്തിലേക്ക് അയച്ചു എന്ന്. അപ്പോൾ അത്തരം ഈതിബാധകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് സംഭവിക്കുകയാണ്. ആദ്യം നൈൽ നദിയിലെ വെള്ളം രക്തമായി മാറി, പിന്നീട് തവളകൾ പെരുകി, കൽമഴ പെയ്തു, ഈ വെട്ടുക്കിളികൾ. ഇതൊന്നും ബൈബിളിൽ പറയുന്ന ക്രമത്തിലും രീതിയിലും അല്ലെങ്കിലും, കാരണം അത് മോശയുടെ കാലമെന്ന് പറയുന്നത് BC 13-ാം നൂറ്റാണ്ടാണ്. അക്കാലത്ത് നടന്നൊരു സംഭവത്തെ 1951 ഒരു നോവൽ എഴുതുമ്പോൾ വരാവുന്ന കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ അത്ഭുതങ്ങളുടെ വിശദാംശങ്ങളിലും അത് നടന്ന രീതിയിലും അതിൻ്റെ ക്രമത്തിലുമൊക്കെ കാലോചിതവും ശാസ്ത്രീയവുമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ്, അതൊരു എഴുത്തുകാരിയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ അത്ഭുതങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഈ ബൈബിളിൽ പറയുന്നത് മാതിരിയുള്ള ഈ ഈതിബാധകൾ ഈജിപ്തിൽ വരികയാണ്. അപ്പോൾ ഫറവോന് പൊറുതിമുട്ടി. എങ്കിലും അയാൾ ഇടയ്ക്കൊന്ന് വിട്ടുകളഞ്ഞാൽ ഇവരെ വിട്ടുകൊടുത്താലോ എന്ന് ആലോചിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ ഇപ്പം നൈൽ നദിയിലെ വെള്ളം അത് രക്തനിറമായി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിറം പഴയതുപടി ആവാൻ തുടങ്ങിയപ്പം ഫറവോൻ മനസ്സ് മാറ്റി. ഇങ്ങനെ ഓരോരോ നാശം വരുമ്പോഴും ഇവരെ വിടാൻ പകുതി മനസ്സാവും. അപ്പോൾ ഒരു തവണ ഈ കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങിയപ്പോൾ ഫറവോൻ വിളിച്ച് മോശയോടും മറ്റും പറഞ്ഞു, നാട് വിട്ടുകൊള്ളുക, ഇവിടെ ഒരെണ്ണത്തിനെ കണ്ടുപോകരുത്. ഫറവോനെ കാണാൻ പോയ മോശയെ പ്രിൻസ് നെഹസി മാറ്റി നിർത്തി പറഞ്ഞു, ഇതൊന്നും കാര്യമാക്കണ്ട, ഇയാൾ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളല്ല, കുറച്ച് കഴിയുമ്പോൾ മനസ്സ് മാറും. കാരണം അവിടുത്തെ ഈ അടിമ വേല എന്ന് പറയുന്നത് അത് ആ ഒരു ലേബർ ഫോഴ്സ്, അത് ഈജിപ്തിന് മറ്റൊരിടത്ത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ നിന്നു പോകും. യഹൂദന്മാർ ഈജിപ്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കുകയില്ല ഈ ഫറവോൻ എന്ന് നെഹസിക്കറിയാം. അതുകൊണ്ട് നെഹസി പറഞ്ഞു, ഇയാൾ പറയുന്നതെന്ന് കേട്ടിട്ട് നിങ്ങൾ ചാടണ്ട, അതുകൊണ്ട് കരുതിയിരിക്കണം, ഇനി പോകാനൊരവസരമുണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും പുറപ്പെടാൻ തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞു. അത് കാരണം ഇങ്ങനെ മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ട് പൊയ്ക്കൊള്ളാൻ ഫറവോൻ പറഞ്ഞെങ്കിലും ആരും പുറപ്പെട്ടില്ല. പൊയ്ക്കൊള്ളാൻ അനുവാദം കൊടുത്തിട്ട് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫറവോൻ കൽപ്പനയിട്ടു, പോയവനെ എല്ലാം തിരിച്ചു കൊണ്ടുപോവാ, ജോലിക്ക് വരാൻ വൈകിയവന് താമസിച്ച സമയത്തിൻ്റെ അനുസരിച്ച് അടിയും കൊടുക്കണം. ഭാഗ്യവശാൽ ഇസ്രായേൽ ജനതയ്ക്ക് ആർക്കും അടി കേൾക്കേണ്ടി വന്നില്ല. കാരണം എല്ലാവരും കൃത്യസമയത്ത് തന്നെ ജോലിക്കെത്തി. അത് നെഹസി കൊടുത്ത മുന്നറിയിപ്പ് സ്വീകരിച്ചതുകൊണ്ട് ഉണ്ടായൊരു കാര്യമാണ്. എങ്കിലും ഒന്നിനു പിന്നാലെ ഒന്നാകെ ഈ ഈതിബാധകൾ വരുമ്പോൾ പുരോഹിതന്മാരും അതുപോലെ ജനങ്ങളുമൊക്കെ ഫറവോനെതിരെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഫറവോൻ്റെ കുട്ടിക്ക് അസുഖമായി. നെഫർട്ടറിയുടെ ഉണ്ടായ കുട്ടി, ഈ റാംസസിൻ്റെ നെഫർട്ടറിയിലുണ്ടായ കുട്ടി. നെഫർട്ടറി
മോസസിനെ വിളിച്ചു വരുത്തി. പറഞ്ഞു, ഈ കുട്ടിയുടെ അസുഖം മാറാൻ, നിങ്ങൾക്ക് മാന്ത്രിക ശക്തിയൊക്കെ ഉള്ള ആൾ, ദൈവികമായ ശക്തിയുള്ള ആളല്ലേ, നിങ്ങൾ ഈ കുട്ടിയുടെ അസുഖം മാറ്റണം. മോസസ് പറഞ്ഞു, ദൈവത്തിൻ്റെ അല്ലാതെ ഒരു ശക്തിയും എനിക്കില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ പെസഹായായി. അന്ന് ഇവർ പോകാനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ അവരുടെ ആചാരപ്രകാരമുള്ള, അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ ഈ മൃഗങ്ങളെ കൊന്ന് ഈ വാതിൽപ്പടികളിലും കട്ടളപ്പടികളിലുമൊക്കെ രക്തം തെളിക്കണം, പോകാൻ റെഡി ആയിരിക്കണം. അപ്പോൾ ഏത് നിമിഷവും പോകാൻ ഇവരിങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അന്ന് രാത്രിയിൽ നെഫർട്ടറിയുടെ, അതായത് ഈ രാംസസ് ഫറവോൻ്റെ കുട്ടി മരിച്ചു. ഉടൻ തന്നെ രാംസസ് മോസസിനും ആളയച്ചു. മോസസും അഹറോനും ഒരു വണ്ടിയിൽ ഫറവോനെ കാണാനെത്തി. ഫറവോൻ അത്യന്തം ദുഃഖാകുലനായിട്ടിരിക്കുകയാണ്, കാരണം മകൻ മരിച്ചു പോയല്ലോ. ഫറവോൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കൊള്ളൂ, എവിടെ വേണേലും പൊയ്ക്കൊള്ളൂ, ഇനി ഒരെണ്ണത്തിൻ്റെ മുഖം എനിക്ക് കാണണ്ട, കാരണം നിങ്ങൾ നാശമാണ്. കാരണം നെഫർട്ടറി വളരെയധികം ഫറവോനെ കുറ്റപ്പെടുത്തി, നിങ്ങളാണ് എൻ്റെ മകനെ കൊന്നത് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ. അപ്പോൾ അതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഫറവോന് ഈ കോപമുണ്ടായത്. അപ്പോൾ ഈ സംസാരം ഉള്ളിൽ നടക്കുമ്പോൾ അഹറോൻ നേരെ പുറപ്പെട്ടു. ആ വണ്ടിയിൽ തിരിച്ചു വന്ന് ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് പോകാൻ ശരിയാക്കി നിർത്തി. ഇത് കഴിഞ്ഞ് മോസസ് വന്നപ്പോഴേക്കും ഇവരെല്ലാം പോകാൻ റെഡിയായി കഴിഞ്ഞ് എല്ലാവരും വളരെ വേഗം പുറപ്പെട്ടു. കാരണം എപ്പോഴാണ് ഫറവോൻ്റെ മനസ്സ് മാറുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ. കുറച്ച് കഴിയുമ്പോൾ അയാൾ പഴയപടിയാകുമെന്ന് ഇവർക്കറിയാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി മരുഭൂമിയിലേക്ക് കടക്കാൻ ആ പർവ്വതത്തിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അവിടെ കടൽ കിടക്കണം. കടലാണെങ്കിൽ ഇങ്ങനെ ഇരമ്പി ആർക്കാണ്, അവർ കൂട്ടമായിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു ഗതിയുമില്ല. അപ്പോൾ നമ്മൾ ബൈബിളിൽ പറയുന്നത് പ്രകാരം കടൽ മാറി. അങ്ങനെ ആഴം കുറഞ്ഞ ഭാഗത്തുകൂടി ഇവർ ഓരോരുത്തരായിട്ട് കിടക്കണം. വളരെ നേരം കാത്തിരുന്നതിന് ശേഷമാണ്. ആഴം കുറഞ്ഞ ഭാഗത്തുകൂടി ഇവർ വളരെയധികം ദൂരം പോകണം, 3-4 കിലോമീറ്ററോളം പോകണം ഈ കടലിലൂടെ. അപ്പോൾ ആ സമയത്ത് കാണാം കുതിരക്കുളമ്പടി ശബ്ദം വരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഒരു സന്ദേശമെത്തി. തൻ്റെ മോസസിൻ്റെ പഴയ അടിമയായിരുന്ന, പിന്നീട് മോചിപ്പിച്ച വൈറ്റ് എലിഫൻ്റ് എന്ന് പറയുന്ന അടിമ ഒരു സന്ദേശവും കൊണ്ടുവന്നു. കൂട്ടത്തിൽ മോസസിൻ്റെ പഴയ ഭാര്യയുമുണ്ടായിരുന്നു, താർബീസ്. ഇവള് മറ്റാരോ കല്യാണം കഴിച്ചു എന്നാണ് മോസസ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കാതെ സംരക്ഷിക്കുകയായിരുന്നു. ഏതായാലും താർബീസ് മോസസിനോടൊപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. മാത്രമല്ല നെഗസിയുടെ സന്ദേശവുമുണ്ട്. അതായത് ഫറവോ നിങ്ങളെ വീണ്ടും പിടിക്കാനായിട്ട് പട്ടാളക്കാരെ അയച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം രക്ഷപ്പെടണം, പട്ടാളക്കാർ പുറകെ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പുറപ്പെട്ടു പോകാനായിട്ട് ഈ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ കാണാം പട്ടാളക്കാർ വരുന്നു. ഏറ്റവും മുമ്പിൽ നെഗസിയാണ്. നെഗസിയുടെ ഒച്ച ശബ്ദം ഇവിടുന്ന് മോസസിനെ. അപ്പോൾ മോസസ് ഒരു നിമിഷം നെഗസിയെ ഒന്ന് സംശയിച്ചു, ഇയാൾ ചതിക്കുകയായിരുന്നു, നമുക്ക് വിവരങ്ങളെല്ലാം തന്നിട്ട് നമ്മളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി നമ്മളെ പിടിക്കാൻ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ താർബീസ് പറഞ്ഞു, അതല്ല, നെഗസി ഇത്രയും സമയം പട്ടാളക്കാരെ താമസിപ്പിക്കുകയായിരുന്നു, നമുക്ക് ഈ സമുദ്രം കടക്കാനുള്ള സമയം ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. ഏതായാലും മോസസിൻ്റെ നേതൃത്വത്തിൽ, അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ എല്ലാവരും, ഇതിനിടയ്ക്ക് പലവട്ടം മോസസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കേണ്ടി വന്നു. അവസാനം അദ്ദേഹം വളരെ പരവശനായി ആളുകൾ താങ്ങിപ്പിടിച്ചാണ് മോസസിനെ മറുകര എത്തിച്ചത്. പക്ഷേ ഇങ്ങനെ ഇവരെല്ലാവരും കടന്നപ്പോഴേക്കും ഈ ഈജിപ്തിൻ്റെ പട്ടാളക്കാരും ഈ വെള്ളത്തിൻ്റെ പകുതി ഭാഗത്തോളം വന്നിരുന്നു. പെട്ടെന്ന് സമുദ്രം, വഴിമാറിയ സമുദ്രം പെട്ടെന്ന് പഴയപടിയാവുകയും ആ പട്ടാളക്കാർ മുഴുവൻ അതിൽ മുങ്ങി മരിച്ചു പോവുകയും ചെയ്തു. ആ കൂട്ടത്തിൽ നെഗസിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയൊരു അഭ്യുദയാകാംക്ഷയുടെ, ഒരു നിമിഷമെങ്കിലും താൻ തെറ്റിദ്ധരിച്ച ആ അഭ്യുദയാകാംക്ഷയുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ശ്രമവും, സ്വാർത്ഥലേശമില്ലാതെ തൻ്റെ ജീവൻ തന്നെ, തനിക്ക് ഒരു കാര്യവുമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി, ഒരു ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി, തൻ്റെ സുഹൃത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, സുഹൃത്തിൻ്റെ ആൾക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി അർപ്പിച്ചൊരു ബലി, അത് കണ്ട് മോസസ് യഹോവയ്ക്ക് നന്ദി പറഞ്ഞു. അങ്ങനെ ഈ ഇസ്രായേൽ ജനത ദീർഘകാലത്തെ അടിമത്തത്തിന് ശേഷം മോസസിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് കടന്നു. അപ്പോൾ മോസസിൻ്റെ ജീവിതത്തിലെ 80 കൊല്ലമാണിത്. ഇനിയും 40 കൊല്ലം മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ട്. ആ സമയത്താണ്
ഈ 10 കൽപ്പനകൾ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ 120 കൊല്ലം നീണ്ടു നിന്ന മോസസിൻ്റെ ജീവിതം അതുകൊണ്ടാണ് ഈ യഹൂദമതത്തിലും ക്രിസ്തുമതത്തിലും ഇസ്ലാം ഈ 3 പൈതൃകത്തിലും മോസസ് വലിയൊരു പ്രവാചകനാണ്. ചിന്നിച്ചിതറിക്കിടന്ന എല്ലാ ദൈവവിശ്വാസവും നഷ്ടപ്പെട്ട് ഒന്നിലും പ്രതീക്ഷയില്ലാതെ അടിമകളായി മൃഗങ്ങളായി കിടന്ന ഒരു ജനതയെ ഉണർത്തുകയും അവരിലെ ഈ ഏകദൈവ വിശ്വാസം ജ്വലിപ്പിക്കുകയും ആ യഹോവയുടെ വിശ്വാസത്തിൽ അവരെ ഒന്നിപ്പിക്കുകയും ചെയ്ത, അവർക്ക് ന്യായപ്രമാണങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ ഉത്തമമായിട്ടുള്ള ജീവിതത്തിനുള്ള മാർഗരേഖകൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഒരു നേതാവെന്ന നിലയിലാണ് ഈ നോവലിൽ ഇവിടെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭാഗം വരെ മാത്രമേ ഈ നോവലിസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. എങ്കിലും ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നിയോഗം നിർവഹിച്ചൊരു വ്യക്തിയായിട്ടാണ് മോസസ് ഈ നോവലിൽ, മോസസ് ദ പ്രിൻസ് ഓഫ് ഈജിപ്റ്റ് എന്ന ഈ നോവലിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നീട് 1300 വർഷത്തിന് ശേഷം യേശുക്രിസ്തു ജനിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും മോസസിൻ്റെ ജീവിതവും തമ്മിൽ വളരെയധികം സമാന്തരങ്ങളുണ്ട്. രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നില്ല. മോസസിൻ്റെ ബാല്യകാലത്തെപ്പറ്റി വളരെ കുറച്ച്, ഈജിപ്തിലെ വാസത്തെപ്പറ്റി വളരെ ചുരുങ്ങിയ പരാമർശങ്ങളേ ഉള്ളൂ. അതുപോലെ യേശുവിൻ്റെ പരസ്യ ജീവിത വരെയുള്ള ഘട്ടത്തെപ്പറ്റി വളരെ ചുരുങ്ങിയ പരാമർശങ്ങളേ ഉള്ളൂ. ഈ രണ്ടുപേരുടെയും ജനനത്തോട് അനുബന്ധിച്ച് ഒരു കൂട്ടക്കൊല നടക്കുന്നതായിട്ട് ചരിത്രത്തിൽ നാം വായിക്കുന്നു. കൊച്ചുകുട്ടികളെ കൊന്നുകളയുക, രണ്ടുപേരെ നശിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലാണ്. മാത്രമല്ല, മോസസ് 40 വർഷം മരുഭൂമിയിൽ കഴിഞ്ഞു. യേശു ആ 40 വർഷങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം 40 ദിവസം മരുഭൂമിയിൽ ഉപവസിക്കുന്നതായിട്ട് നാം വായിച്ചു. അതിൽ ഏറ്റവും വലിയ ഒരു സാധർമ്മ്യം എന്ന് പറയുന്നത്, മോസസ് ദീർഘകാലത്തെ അടിമത്തത്തിൽ നിന്ന് ഒരു ജനതയെ മോചിപ്പിച്ചു. യേശു ആവട്ടെ മനുഷ്യവംശത്തെ തന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ ചരിത്രത്തിലെ വലിയ 2 സമാന്തരങ്ങളായി യേശുവും മോസസും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 2 ഭാഗത്ത് ശോഭിച്ചു നിൽക്കുന്ന ഒരു രംഗം നാം കാണുന്നുണ്ട്. ആ ഒരു കാഴ്ചയിലേക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഡൊറോത്തിയുടെ ഈ മോസസ് ദ പ്രിൻസ് ഓഫ് ഈജിപ്റ്റ് എന്ന് പറയുന്ന ഈ നോവൽ. ക്രിസ്തുദർശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു കൃതിയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.